വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹൗ ടു പ്ലേ ചെസ്. അപ്പോൾ എല്ലാം ഇങ്ങനെ വെച്ച് എപ്പോഴും ഫസ്റ്റ് വൈറ്റ് ആവും വയ്ക്കുക, അതാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂവ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഫോണ് ഇതാണ് ഫോണിന് എപ്പോഴും 1 സ്റ്റെപ്പ്, ഫസ്റ്റ് 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 1 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയ്ക്കാം. പിന്നെ ആയിട്ട് ഒരു സ്റ്റെപ്പേ വെക്കാൻ പാടുള്ളൂ. അതാണ് ഫോണിൻ്റെ മൂവ്മെൻറ്റ്. അടുത്ത വരുന്നത് റൂക്കാണ്. റൂക്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോൺ ഇവിടെ ഇല്ലെങ്കിൽ പോവാം. ഫോൺ ഇപ്പോൾ ആരും വെട്ടി, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് ഉള്ളത്, അപ്പോഴൊക്കെ ഇതിന് പോവാം, ഇതിനും വെട്ടാം. അങ്ങനെയാണ് റൂക്കിൻ്റെ മൂവ്മെൻറ്റ്. ഇതും പിന്നെ അടുത്തത് അവർ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടും ഒക്കെ പോവാം. പിന്നെ നമുക്ക് ഒന്നിലും കളിക്കാൻ പറ്റില്ല, വെട്ടിയാലും 2 കളി കളിക്കാൻ പറ്റില്ല. ഇത് ഷൂട്ടോ പോലെയല്ല. പിന്നെ വരുന്നതാണ് കുതിര, അതായത് നൈറ്റിന് ഇപ്പോൾ ഫ്രണ്ടിലൊരു ആളുണ്ടെങ്കിലും ഇങ്ങനെ എൽ ഷേപ്പ് 4 സ്റ്റെപ്പ്, അതും എൽ ഷേപ്പിൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ ബാക്ക്വേർഡ്. ഫോൺ ബാക്ക്വേർഡ് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഇതിനൊക്കെ ബാക്ക്വേർഡ്. ഇത് ബിഷപ്പ്, ഇതിനും റൂക്കിൻ്റെ അതേപോലെ ആണെങ്കിലും ഇതിന് ഫ്രണ്ടിലുള്ള ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇല്ല, ഇതിന് ബ്ലാക്കിൽ നിൽക്കണമെങ്കിൽ ബ്ലാക്ക് കൂടെ, ഇതിപ്പോൾ ബ്ലാക്ക് കൂടെ മാത്രം പോകാൻ പറ്റുകയുള്ളൂ. അതേപോലെയാണ് വൈറ്റ് ബിഷപ്പ് ഇവിടെ കൂടെ ഇങ്ങനെ പോകും. വൈറ്റ് കൂടെ വെറും എത്ര സ്റ്റെപ്പും പോകാം, പക്ഷെ ഒരു സ്റ്റെപ്പ് എല്ലാത്തിനും ഒറ്റൊരു കളി. പിന്നെ കിങ് ആണ്. കിങ്ങിന് എല്ലാ സ്റ്റെപ്പും വയ്ക്കാം. പക്ഷെ 1 സ്റ്റെപ്പ് ഇങ്ങനെ വയ്ക്കാം, 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 ഇങ്ങനെ വയ്ക്കാം. ബട്ട് ഓൺലി 1 സ്റ്റെപ്പ്. അതേപോലെ ഒരു ക്യൂനാണ്. ക്യൂന് എങ്ങനെ പോവാം? ക്യൂന് കുതിരൻ്റെ ഷേപ്പിൽ പോകാൻ മാത്രം പറ്റുകയില്ല. അപ്പോൾ ഇതാണ് എല്ലാത്തിൻ്റെയും മൂവ്മെൻറ്റ്സ്. ഇനി നമുക്ക് ഒരു കലയോട് കളിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൈറ്റ് വെച്ചു ഇത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇതന്നെ വെക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് ക്രോസ്ലി നമ്മളെ വെക്കും. അപ്പോൾ ഇതിന് ക്രോസ്ലി മാത്രം വെക്കും. അടുത്ത് വരുന്ന ചാൻസാണ് ഒന്നെങ്കിൽ ഇത് വയ്ക്കും, അല്ലെങ്കിൽ ഈ പോണ ഇത്, അല്ലെങ്കിൽ ഇത് വയ്ക്കും. ഇതിപ്പോൾ വെച്ചെന്ന് ശേഷം നമ്മൾ നേരെ വെട്ടിക്കഴിഞ്ഞാൽ ഇത് വന്ന് വെട്ടും. അപ്പോൾ നമ്മൾ വലിയൊരു പോൺ പോകും, നമ്മൾ ഇത് പോകും. പക്ഷെ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഇത് വെച്ചാൽ നമ്മൾ നേരെ ഈ ഒരു ബാക്കിലായിട്ട് വെക്കുക. ഇത് വെച്ചില്ലെങ്കിൽ മാത്രം ഈ ഒരു ബാക്കിൽ വെക്കുക. അപ്പോൾ ഇവരെ കുതിര വയ്ക്കും. ക്യൂനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, കുതിരെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, ക്യൂനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, കുതിരെടുത്ത് ഇങ്ങനെ വെട്ടും, ക്യൂനെടുത്ത് ഇങ്ങനെ വെട്ടും. ഇത് ചെക്കാണ്, ചെക്ക് മാറ്റാണ്. ഇതിന് വെച്ച് വെട്ടാൻ പറ്റില്ല. അപ്പം ഇതിന് പറ്റിയ ഇത്, അപ്പം അങ്ങനെ ചെക്ക് മാറ്റാവും. പക്ഷെ ഇതിനെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ നമ്മൾ ഇതെടുത്ത് ഇവിടെ വെച്ചാൽ ഈ ക്യൂനെടുത്ത് വന്നാൽ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണ് ഈ ചെക്ക് മാറ്റിനെ നമുക്ക് മാറ്റാം. ഇതിന് വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് എന്ന് വെച്ചാൽ വേറെ ട്രിക്ക് എന്ന് വെച്ചാൽ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടാം. ഈ ക്യൂനെ നേരെ, പക്ഷേ ഈ ക്യൂ കൂടെ ഉണ്ട്, അത് നമ്മൾ നോക്കാതെ ഇതെടുത്ത് ഈ സൈഡിലേക്ക് വയ്ക്കാം. നേരത്തെ പോലെ ഇതെടുപ്പിക്കും, അല്ലെങ്കിൽ ഇതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചാൽ ബിഷപ്പ് ഇവിടെ ഇങ്ങോട്ട് മാത്രം പോകാൻ പറ്റും. ഇവിടേക്കും പോവാം, ഇവിടേക്കും പോവാം. പക്ഷേ ഏറ്റവും സേഫ്റ്റി ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറേ കാര്യം ഇതെടുത്ത് വെച്ചാൽ ഇതിനെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഇത് വെക്കും, ഇനി ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഇത് വെക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കണേ നല്ല സേഫ്റ്റി ഇതാണ്. പിന്നെ നമ്മൾ കളിക്കണ്ടേ ഈ ഒരു കോണത്ത് ഇങ്ങോട്ട് വയ്ക്കും, ഇതിനടുത്ത് നമ്മൾ വരും. അപ്പോൾ നമ്മൾ ഇതിനെ ട്രാപ്പ് രീതിയിൽ ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെയും പോകാൻ പറ്റും. അപ്പോൾ ഇത് ട്രാപ്പ് പോലെ. പക്ഷെ ഇവിടെ ഒരാളുണ്ട്,
ഈ റൂട്ട് കാരണം നമുക്ക് ഇതിനെ വെട്ടാനും പറ്റില്ല. പിന്നെ അപ്പോഴവർ കളിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇതിനെ ടച്ച് ചെയ്തു, പിന്നെ ഇതിനെ ടച്ച് ചെയ്തതിന് ശേഷം ഇതെടുത്ത് കളിക്കുന്നത്, അപ്പോൾ അത് ടച്ച് പീസാണ്. ഇല്ലെങ്കിൽ ഇപ്പം ചെക്കായി. അപ്പം നമ്മൾ ചെക്കൊന്ന് നോക്കാതെ ഇതെടുത്ത് വെച്ചു, അപ്പോഴും 1 ഇല്ലീഗൽ മൂവ്മെന്റ്, 5 ഇല്ലീഗൽ മൂവ്മെന്റ് ആയിക്കഴിഞ്ഞാൽ ഗെയിം ഓവർ ആവും. അതാണ് ഇതിന്. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവർ ഇത് വെച്ചു, ഇത് വെക്കണം. ബിഷപ്പിന് വെട്ടാൻ വിട്ടും എന്തായാലും ചെറുത് പോകും, പക്ഷെ നമ്മളെ വലുതാണ് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ ചെയ്യേണ്ടത്, ഇത് നേരെ എടുത്തിട്ട് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വെക്കുക. ഇത്രയും നേരം ഉണ്ടായ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇവിടേക്ക് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ നിന്ന് ഇതെടുത്ത് വെച്ചാലും ഒരു ട്രാപ്പിടാണ്. ഇതെടുത്ത് വെച്ചാൽ ഓർമ്മയ്ക്കുണ്ട്, ഇതെടുത്ത് വെച്ചാൽ അവർക്ക് ചെക്ക് ഇല്ലീഗൽ മൂവ്മെന്റ്. പിന്നെ ഈ അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം, ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. പിന്നെ നമ്മൾ അപ്പോൾ ഇത് ഇവർക്ക് വെക്കില്ല. അപ്പോൾ ഇത് അഥവാ വെച്ചാൽ ഇല്ലീഗൽ മൂവ്മെന്റ് ആവും. അപ്പോൾ ഒരു കെഞ്ച് ഇതെടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതെടുത്ത് വയ്ക്കുക, ഇതെടുത്ത് വയ്ക്കണം. ഓർക്ക് എന്തായാലും അറിയാം ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് വെച്ച് വെട്ടും. അപ്പോൾ അതും പറ്റില്ല. അത് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ യൂട്ടേൺ എടുത്ത് ഇങ്ങോട്ട് പോകും. ഇല്ല, ഇതിനെടുത്ത് വെട്ടാലോ, പക്ഷെ അതിനെക്കാട്ടും നല്ല വേർഡ്സ് ഇതിനെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നതാണ്. ഇതിപ്പോൾ അഥവാ ഇങ്ങോട്ട് വെച്ചാൽ തന്നെ, അഥവാ ഇത് ഇങ്ങോട്ട് വെച്ചാൽ ഇതിനെ 2 വെട്ടും, ഒന്ന് ഈ വെട്ടും, ഇതിപ്പോ ഇവിടുന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാം. അതേ ഈ ഒരു വരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വരിയിൽ ക്യൂനെ വെച്ച് നമുക്ക് ക്യൂനെ എസ്കേപ്പ് ആക്കാം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇങ്ങോട്ട്, ഇനി നമുക്ക് ഇങ്ങനെ ഇട്ട് ചെക്ക് മാറ്റാക്കാൻ പറ്റും. എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു, ഇങ്ങോട്ട് നമ്മളെ പോൺ ട്രാപ്പിടായി, ഇതിനൊന്നും ചെയ്യാനില്ല, എടുത്ത് വെച്ചാൽ മാത്രം ഇതെടുത്ത് വെച്ചു. അപ്പോൾ ഇതെടുത്ത് വെച്ചു, ഇതെടുത്ത് വെച്ചു. അപ്പോൾ ഇവർക്ക് റൂട്ടിനർത്ഥം. പിന്നെ വേറെ കാര്യം, ഇങ്ങനൊരു സെൻറ്റൻസ്, അതായത് ഈ 3 സ്ഥലത്തും ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതിലെടുത്ത് ഒരു കല്ലിൽ പഠിക്കും, ഈ കല്ല് ഇങ്ങോട്ടും വെച്ചിട്ട് ചെക്ക് പീസ് എന്ന് പറഞ്ഞിട്ട് വെക്കാം. അതായത് ഇതിനെ വെച്ച് 2 ഷഫിൾ ചെയ്യാം. ഇത് ചെക്ക് മാറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ വേറെ കാര്യം. അപ്പോൾ ഇവര് ഇതെടുത്ത് വെച്ചാൽ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഫുള്ളായിട്ടൊരു രീതിയില്ല. ഇത് രണ്ടും ആറിനും അനങ്ങിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇനി ഇതിനും 2നും വെച്ചിട്ടാണ് നമ്മളെ കളി നടക്കാൻ പോകുന്നത്. ഇതിവിടെ ഇരുന്നില്ല. ഇനി ഇതിനെടുത്ത് നമ്മൾ വെട്ടി, ഇതെടുത്ത് വെച്ചു, ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു, ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ടും വെച്ചു. ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നൈസായിട്ട് ഇത് വെട്ടും. ഈ ഒരു മൂമെൻറ്റിൽ ചിലവർക്ക് മാത്രം ഇതിന് വെട്ടാൻ പറ്റുള്ളൂ, കാണുള്ളൂ, ഇല്ലെങ്കിൽ കാണില്ല. കാരണം ഇങ്ങനൊരു സെൻറ്റൻസിൽ ആർക്കും കാണില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ട്യൂൺ ട്രാപ്പല്ല, ഇവിടെ നിന്ന് മാറ്റുന്നതാണ് സേഫ്. അപ്പോൾ ട്യൂൺ ഒരു ട്രാപ്പ് മുന്നിലോട്ട്, അപ്പോൾ ആ ട്യൂണ് ട്രാപ്പിലായി. ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ട്യൂണ് രക്ഷപ്പെടാം. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുക, രക്ഷപ്പെടുത്തു വെട്ടു. ആ ഒരു നേരത്ത് ഈ ഒരു പോണിനെടുത്ത് ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇതെടുത്ത് വെട്ടു. അപ്പോൾ കിങ്ങിൻ്റെ ഇവിടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ കിങ് ഫുള്ളായിട്ട് ഇതുപോലെ സിംഗിൾ പോലെ അടുത്ത ആരില്ല. ഇനി ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ടേൺ അടിച്ചിങ്ങോട്ട് നേരെ എടുത്ത് നമുക്ക് ഇതിനെ വെട്ടാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇതെടുത്ത് കുറച്ചൊരു സ്റ്റെപ്പ് നമ്മൾ ഇതിന് ഒന്നും ചെയ്യണ്ട, ഒരു വെട്ടം അങ്ങോട്ട്. ഇനി നമ്മൾ ഇതിനെ നൈസായിട്ട് എടുത്ത് വെട്ടുക. ക്യൂന് ഇവിടെയും ട്രാപ്പ് പോലെയാണ്. ഇനി ക്യൂന് ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും വയ്ക്കാം, ഇങ്ങോട്ടേ വയ്ക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോണെടുത്ത് ഒരു സ്റ്റെപ്പ് വയ്ക്കുക, വെട്ടും, ഇതെടുത്ത് വെട്ടാം. ഇപ്പോൾ ഇവിടെ ഒറ്റയൊന്നുമല്ലോ. ഇനി ചെയ്യാന്ന് വെച്ചാൽ ഈ ബിഷപ്പ് വെട്ടുക. ഒരു കാല് ചാൻസ് എടുത്തു നമ്മൾ ഇതെടുത്തു. അല്ലെങ്കിൽ ഇത് വയ്ക്കുന്നതിൻ്റെ കാട്ടും നല്ലത് ഇതെടുത്ത് വെട്ടാം. ഇനിയിപ്പോൾ ഒരു ചെയ്യും നേരെ ഇതെടുത്ത് കൂട്ടിയേക്കും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇല്ലീഗലാവും. അപ്പോൾ ഇത് ഇവിടെ ചെക്കാണ്. അപ്പോൾ ചെക്കിനെ മാറ്റണമെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ നേരെ യു ടേൺ എടുക്കുക. ഇതിനെടുത്ത് വെട്ടുക. ആ ചെക്കും വെച്ച് നമുക്ക് ഇതിന് വെട്ടാം. ഇനി ചെയ്യേണ്ടത് ഇതിനെടുത്ത് പകരം പോയി, ഇതിനെടുത്ത് നമ്മളും പകരം പോയി. ഇനി ചെയ്യേണ്ടത് ഇതിൽ നമ്മൾക്ക് വെട്ടാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്യൂനെടുത്ത് വെട്ടാം. ഇല്ലെങ്കിൽ നമ്മളെ ക്യൂ എന്തായാലും ട്രാപ്പിടാം. ഇനി ഇവർക്ക് ഇതേ ഉള്ളൂ. ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് നമ്മൾ ഇതെടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇതെടുത്ത് വെച്ചാൽ അവർക്ക് രണ്ട് ടൈപ്പ്. ഇതിനെടുത്ത് വെട്ടിയാൽ നമുക്ക് ഇതിനെടുത്ത് വെട്ടാം. അല്ലെങ്കിൽ ഇതിന് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് വെട്ടും, ഇതെടുത്ത് വെട്ടും, ഇതെടുത്ത് വെട്ടും, അങ്ങനെയും കളിക്കാം. അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു മാച്ച്. ഇപ്പോൾ നമ്മൾ ഇതും ട്രാപ്പിഡാണ്. ഇതിനടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. പക്ഷെ ഇത് ട്രാപ്പിഡാണെന്ന് പറഞ്ഞാൽ ഈ പോണായിട്ടാണ് ട്രാപ്പിഡ്. ഇതിനെ ഇങ്ങോട്ടും വയ്ക്കില്ല. ഇങ്ങോട്ട് വെച്ചാൽ ഇതെടുത്ത് വെട്ടും. അപ്പോൾ ഈ പോൺ ട്രാപ്പിഡാണ്. ഇപ്പോൾ ഇതിന് വെട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ ഇരിക്കണം. ഇതിനടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുതിരും ഒരുമിച്ച് നിൽക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പോണിനെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് നോക്കുക. ക്യൂനെടുത്ത് വെട്ടാൻ പറ്റില്ല, കാരണം ഇവിടെ ഇതുണ്ട്. അതുകൊണ്ട് ക്യൂന് വെട്ടൂല ഒരിക്കലും. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവര് ഇതെടുത്ത് വെട്ടും. ഇതിന് വെട്ടരുത്, അത് വലിയ തെറ്റാണ്. ഇതിനെടുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഇതിന് നൈസായി എടുത്ത് വെട്ടാൻ പറ്റും. അതിൻ്റെ പകരം നേരെ ഇതിനടുത്ത് ഇവിടേക്ക് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് ഇതിലും ചെക്കലാണ്, ഇതിന് ട്രാപ്പിഡാണ്. എപ്പോഴാണെങ്കിലും വെട്ടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാം. എന്നിട്ട് നേരെ ബാക്ക് വൈസ് ഇടും. നമുക്ക് ഇതെന്ത് ചെയ്യാം? ഇതിനെടുത്ത് വെട്ടാം. ക്യൂനെടുത്ത് വെട്ടാൻ പറ്റില്ല, ക്യൂനെടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വരുമ്പോൾ ഇവര് ഈ റൂക്കിനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, നമ്മളെടുത്ത് വെട്ടും. അപ്പൊ കിങ് അവിടെ ഒറ്റയ്ക്കായി. കിങ്ങിന് ഇതിനും വെട്ടാൻ പറ്റില്ല, വേറെ റൂക്കുണ്ട്. ഇതിനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ക്യൂന് നമ്മൾ വീണ്ടും ട്രാപ്പാക്കാം. ഇവിടെ ഒന്നും ക്യൂൺ ട്രാപ്പായി, ഇവിടേക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ക്യൂൺ വയ്ക്കുക ഇങ്ങോട്ടാണ്. നമ്മളെ ലക്ഷ്യം ക്യൂനാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെടുത്ത് തട്ടിക്കളയാം. അപ്പോൾ ഇതെടുത്ത് ഇവിടെ തട്ടും. ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ഇനി നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും, ഇങ്ങനെ ആക്കും. അപ്പോൾ ഇവര് റൂക്ക് കിട്ടൂല, കാരണം ഇവരുടെ റൂക്ക് ക്യൂനും വെട്ടൂല. അപ്പോൾ ഇതിനൊന്നിനും വെട്ടാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാകും. ഈ ക്യൂനെടുത്ത് വയ്ക്കുന്നില്ല, ഇതിനെടുത്ത് വയ്ക്കുന്നില്ല. ഇതിനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം.
ഇതിനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ പിടിച്ച് വയ്ക്കാം. ഇത് ഇതിന് വിട്ടു. ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. ഇനി ഒരു ചെയ്യും ഇതെടുത്ത് നേരെ ഇങ്ങോട്ട് വയ്ക്കും. അപ്പം നേരെ ഇതിനെടുത്ത് ഇങ്ങോട്ട് ബാക്കിൽ വയ്ക്കുക. അപ്പോൾ കിങ്ങിനെ ഇപ്പം ട്രാപ്പ് പോലെയാണ് കിങ് കിട്ടുക. അപ്പം ഇനി ചെയ്യുക ക്യൂണെടുത്ത് നേരെ നേരെ ഇവിടെ ചോദിക്കും. ഇനി നമ്മൾ ചെയ്യുക ഈ ഇതിനടുത്ത് ഇവിടെ രണ്ടെണ്ണല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെടുത്ത് വീണ്ടും ഇങ്ങോട്ട് വയ്ക്കുക. ഇതിനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. അതെ, നമ്മൾ ഇതിനെടുത്ത് വെക്കുക. പ്രമോഷൻ നേടാനും നമുക്ക് പറ്റും. പക്ഷെ ഇവിടെ ഒന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് വെട്ടാം ഒരു രീതിയിൽ. ഇതെങ്കിൽ ഇതിവിടെ എത്തിയാൽ വെട്ടും. ഇനി നമുക്കൊരു ചെക്കാക്കാന്ന് വെച്ചാൽ ഇത് ഇതല്ലേ. ഇനി നമ്മൾ ഇതിന് ഇവിടേക്ക് വെച്ചെന്ന് വെച്ചോ. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കും. അപ്പോൾ നേരെ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഊക്കെടുത്ത് ഇതിന് വെട്ടും. പക്ഷെ നമ്മൾ വെട്ടരുത്, ചെക്കാവും. അപ്പോൾ വെട്ടാനല്ല വേറെ വഴിയില്ല. പക്ഷേ ഇവർക്കിപ്പോൾ ക്യൂണ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ നേരെ എടുത്ത് ചെക്കാക്കും. ചെക്ക് മാറ്റും. ഇത് ഇതിനെടുത്ത് വെട്ടൂല. ഇതെടുത്ത് ഇവിടെ നിന്ന് ബാക്കിൽ വെക്കും. ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ഇവിടെ കളി ചെക്കാണ്. ഇടയ്ക്ക് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെക്ക് മാറ്റാൻ ഇങ്ങോട്ട് വയ്ക്കാം. ഇങ്ങോട്ട് വയ്ക്കാം. ചെക്ക് ഇപ്പോഴും ചെക്കായി. ഇനി ഒരു ഇതിനെടുത്ത് വെട്ടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യില്ല. ഇത് തൊടാൻ പറ്റില്ല, ഇതേ പറ്റുള്ളൂ. ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ എടുത്ത് വെട്ടുക. അപ്പോൾ ക്യൂനും പോകും. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഇനിയും കുറേ ഉണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ഇങ്ങോട്ടേക്കും 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 പ്രമോഷൻ. ഞാനിപ്പോൾ പ്രമോഷനായിട്ട് റൂട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ റൂക്ക് എടുക്കാം. ഞാനിപ്പോൾ റൂക്കാണ് എടുക്കുന്നത്. എനിക്കില്ലെങ്കിൽ ക്യൂന് എടുക്കാം. പക്ഷെ ക്യൂന് എടുക്കുന്നില്ല. ക്യൂനിൻ്റെ ഇപ്പോൾ ഒന്നുണ്ടെങ്കിൽ ഞാൻ ക്യൂന് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിനെ ഇതെടുത്ത് ഇങ്ങോട്ടേക്കും ഇതെടുത്ത് ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇങ്ങോട്ടേക്കും ഇതിന് ഇവിടെ ഉണ്ട് വെച്ച് ഈ ഒരു കളി ഈ കളിക്ക് വെച്ചിട്ടുണ്ട്. ഈ കളി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് ഈ കളി നേരെ ഇങ്ങോട്ടേക്ക് ഇതിനെടുത്ത് ഇങ്ങോട്ടേക്ക് 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 വലയം തൊട്ട് ചെക്കാക്കി. അപ്പോൾ ഇതെന്തായി ഒട്ട എല്ലാം വെക്കാൻ പറ്റില്ല. റൂക്കുണ്ട്. പക്ഷെ ഇത് വെച്ചാൽ ചെക്കായിപ്പോ ചെക്ക് മാറ്റായി. ഇതിനെ ഇങ്ങോട്ടും വെക്കണ്ട, ഇങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടൊന്നും വെക്കില്ല. രണ്ട് സ്ഥലത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെസ് കളിക്കുന്നത്. ഇപ്പോൾ ചെസ്സിൽ പഠിക്കും ചെയ്ത് ചെസ് രണ്ട് ചെക്ക് മാറ്റ് ചെയ്യാനുള്ള ട്രിക്കും കിട്ടും. പക്ഷെ ഇത് നിങ്ങൾക്ക് ലോങ് ആയി ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇത് നമുക്ക് ചില ഭാഗം വെച്ചിട്ട് ഷോർട്ടായി നിങ്ങൾക്ക് ചെക്ക് മാറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.